തിരുവനന്തപുരം പാലോട് മരിച്ച നിലയിൽ കണ്ടെത്തിയ നവവധുവിനെ ഭർത്താവിന്റെ സുഹൃത്ത് മർദ്ദിച്ചിരുന്നതായി മൊഴി. ഭർത്താവിന്റെ സുഹൃത്ത് അജാസ് ആണ് മർദ്ദിച്ചത്. 2 ദിവസം മുമ്പ് കാറിൽ വെച്ചാണ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചതെന്ന് ഭർത്താവ് മൊഴി നൽകി. ഭർത്താവ് അഭിജിത്തിനെയും അജാസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ദുജയുമായുള്ള വിവാഹബന്ധം അവസാനിപ്പിക്കാൻ അഭിജിത്ത് ശ്രമിച്ചെന്ന് പോലീസ് പറയുന്നു. ഇതുകൊണ്ടാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നത്. അഭിജിത്തിന്റെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീളും. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേർന്നു. ആഷിഖ്, കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. എന്താണ് ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇന്ദുജയെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? ഈ പോലീസിന്റെ തുടർ നടപടികളൊക്കെ, അന്വേഷണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? ഇന്ദുജ, നിലവിൽ ഇന്ദുജയുടെ ഭർത്താവ് അഭിജിത്തിനെയും സുഹൃത്തിനെയും ചോദ്യം ചെയ്ത് വരികയാണ്. ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം എന്താണ് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ്. കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഈ അജാസും അഭിജിത്തും ഇന്ദുജയും തമ്മിലുണ്ടായിരുന്ന സൗഹൃദ ബന്ധം ഏത് തരത്തിലായിരുന്നു എന്നും അത് എങ്ങനെ ഈ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളതും കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ അജാസിന്റെ അഭിജിത്തിന്റെയും ഫോൺ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുകയാണ് പോലീസ്. അജാസ് ഈ മരണപ്പെട്ട ഇന്ദുജയുമായി 2ാം ക്ലാസ് മുതൽ ദീർഘകാലം ഒരുമിച്ച് പഠിച്ചു വന്ന ഒരാളാണ്. ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന് പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഈ ബന്ധം അറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെയാണ് അഭിജിത്ത് ഈ ഇന്ദുജയുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാകുന്നത് എന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് പോലീസ് ലഭിച്ച മൊഴിയെടുപ്പിൽ അഭിജിത്ത് പറഞ്ഞത്, അഭിജിത്ത് ഇന്ദുജയുമായിട്ടുള്ള വിവാഹം ഇതിന് ശേഷം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ഭർത്തൃപീഡനമടക്കമുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നത്, തെളിവെടുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾക്ക് അഭിജിത്തിന്റെ വീട്ടിലേക്ക് കൂടി അന്വേഷണം നീളും. അഭിജിത്തിന്റെ മാതാപിതാക്കളെ കൂടി ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യും. ഭർത്തൃപീഡനം ഉണ്ടായിട്ടുണ്ടോ, ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്ന വിഷയം പരിശോധിക്കും എന്നും പോലീസ് പറയുന്നുണ്ട്. ഇത് കൂടുതൽ സങ്കീർണമായി, മരണത്തിന് പിന്നിലുള്ള കഥ കൂടുതൽ സങ്കീർണമായി പോകുന്നതാണ് ഓരോ ചോദ്യം ചെയ്യലിന്റെ ഘട്ടം കഴിയുമ്പോഴും നടക്കുന്നത് എന്ന് പോലീസ് പറയുന്നു. ഇവർ തമ്മിലുള്ള, ഈ 3 പേർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇന്ദുജയുടെ മറ്റ് സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നുള്ള തരത്തിലുള്ള അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ദുജ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ലബോറട്ടറിയിൽ ജോലി ചെയ്തിരിക്കുകയായിരുന്നു. പാലോട് വന്നു പോകുന്ന രീതിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ സമയത്ത് മറ്റു സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടോ എന്നുള്ളത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരം ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും സുഹൃത്തുക്കളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം നടന്നു പോകുന്നുണ്ട്. ഈ കൂടുതൽ മൊഴി എടുക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അഭിജിത്തിന്റെ സാന്നിധ്യത്തിൽ ഈ സുഹൃത്ത് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു എന്ന മൊഴി അഭിജിത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് നിർണായകമാണ്. ഇത് എപ്പോഴാണ് നടന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പോലീസ് ശേഖരിക്കുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ടവർ ലൊക്കേഷനുകൾ മാച്ചാകുന്നില്ല എന്ന ഒരു സാധ്യതയുമുണ്ട് എന്നൊരു കാരണവും പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മൊഴിയെടുപ്പിൽ ഒരു സങ്കീർണത നിലനിൽക്കുന്നുണ്ട്. അഭിജിത്തും ഇന്ദുജയും അജാസും തമ്മിലുള്ള ബന്ധം എന്തെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അതിലൊരു വ്യക്തത വന്നാൽ ഉടനടി അറസ്റ്റ് ഉണ്ടാകും എന്ന നിലയിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. തീർച്ചയായും ആഷിഖ്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. കൂടുതൽ ആളുകളുടെ മൊഴി എടുക്കേണ്ടിയിരിക്കുന്നു. ഈ അഭിജിത്തിന്റെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ അഭിജിത്തിന്റെ വീട്ടിലുള്ള മറ്റാളുകളുടെ മൊഴി എപ്പോഴായിരിക്കും എടുക്കുക? അതിനായുള്ള തുടർ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇനി ഇതിൽ മൊഴിയെടുക്കുക സാധ്യതയുള്ളത് അഭിജിത്തിന്റെ മാതാപിതാക്കളുടേതാണ്. കൂടാതെ ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും പൊതു സുഹൃത്തുക്കളായ മറ്റാളുകളിലേക്ക് കൂടി ഈ മൊഴിയെടുപ്പ് നീണ്ടേക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, അജാസും
അജാസും അഭിജിത്തും ഇന്ദുജയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. കൂടാതെ അഭിജിത്തിന്റെ വീട്ടുകാരുടെ മൊഴി എടുക്കുന്നത് ഗാർഹിക പീഡനം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനും ആണ്. ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകളെ കൂടി വിശദമായി ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോഴുള്ള ഈ ദുരൂഹത മറനീക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിൽ തന്നെ ഈ വിവാഹബന്ധം ഒഴിവാക്കാനാണ് അഭിജിത്ത് ശ്രമിച്ചത് എന്ന അഭിജിത്തിന്റെ മൊഴി നിർണായകമാക്കിക്കൊണ്ടായിരിക്കും ഈ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ശാരീരിക പീഡനങ്ങൾ ഇന്ദുജയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന രീതിയിൽ കണ്ടെത്തലുകൾ നടത്താനുള്ള ശ്രമം നടത്തും. പ്രത്യേകിച്ച് ഗാർഹിക പീഡനവും ഭീഷണിയും ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഇന്ദുജയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെന്ന മൊഴി ഇന്ദുജയുടെ വീട്ടുകാർ തന്നെ നൽകിയതാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ ദിശയിൽ അന്വേഷണം. കൂടാതെ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ച് ഇജാസിന് ഈ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിൽ എന്താണ് പങ്കുള്ളത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇജാസിന് വളരെ അടുത്ത ബന്ധം അഭിജിത്തുമായും ഇന്ദുജയുമായും ഉണ്ട് എന്ന് മൊഴിയിൽ തെളിഞ്ഞ ഒരു സാഹചര്യത്തിൽ ആ ദിശയിൽ എന്താണ് ഈ സുഹൃത്തുക്കൾക്ക് ഈ മരണത്തിൽ പങ്ക് എന്നുള്ളത് കൂടി കണ്ടെത്താനാണ് പോലീസ് ശ്രമിക്കുന്നത്. കൂടുതൽ തീർച്ചയായും ബാക്കിയുള്ളവർക്ക് ഈ മരണത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? കൂടുതൽ മൊഴിയെടുപ്പുകൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് മുഹമ്മദ് ആഷിഖ്.